ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ചേട്ടാ, UK ആക്സെന്റ് ആണോ നമ്മൾ US ആക്സെന്റ് ആണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? No, I recommend the best place. ഇംഗ്ലീഷ് പഠിച്ചു വരുന്ന തുടക്കക്കാരായിട്ടുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ പലപ്പോഴും തോന്നുന്നുണ്ടാവും ഞാനൊരു ഏതൊരു ആക്സെന്റ് ആണ് ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഭാഷ അല്ലെങ്കിൽ ഏത് ശൈലി ഏത് ടൈപ്പൊക്കെ ഫോളോ ചെയ്താൽ ഏറ്റവും നന്നായിട്ട് അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ താമസിക്കുന്ന ആളുകൾ കേരളത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് UK അല്ലെങ്കിൽ US എന്ന് പറയുന്ന ഒരു ചിന്ത മാത്രം വരുന്നത്. ലോകത്തിലെ എല്ലാ രാജ്യത്തെ ആളുകളും ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെങ്കിലും എല്ലാ രാജ്യത്തെ ആളുകളും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അവരെല്ലാവരും അവരുടേതായ ശൈലിയിലാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. നമ്മൾ എത്രയൊക്കെ UK ആക്സെന്റിൽ പഠിച്ചാലും അല്ലെങ്കിൽ US ആക്സെന്റിൽ പഠിച്ചാലും നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മളൊരു ഇന്ത്യക്കാരനാണെന്നും നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഇന്ത്യൻ ഇംഗ്ലീഷാണെന്നും കേൾക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളിവിടെ UAE വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വർഷമായിട്ട് ചൈനീസ്, അറബിക് അല്ലെങ്കിൽ റഷ്യന് അല്ലെങ്കിൽ സ്പാനിഷ് ആളുകൾ, ശ്രീലങ്കൻ, പാകിസ്ഥാനി ഇവരൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഈവൻ നമ്മുടെ നോർത്ത് ഇന്ത്യൻസും സൗത്ത് ഇന്ത്യൻസും ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴും എല്ലാവർക്കും അവരുടേതായ പല ആക്സെന്റുകളുണ്ട്. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കരുതിയിട്ടുള്ള തെറ്റായ ഒരു ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സായിപ്പന്മാർ സംസാരിക്കുന്നത് പോലെ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ചാൽ മാത്രമാണ് ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുള്ളൂ എന്നും അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടൂ എന്നുള്ള തെറ്റായ ഒരുപാട് ധാരണകൾ നമ്മുടെ മൈൻഡിലൊക്കെ കയറിയിട്ടുണ്ട് അല്ലേ? Before 30 years old, follow somebody. Go to I'm going to talk about Russian English. There's some words and sounds in English that Russian immigrants just cannot pronounce. Okay, not poor. I talk say if you enter the house, talk say good morning. Oya talk. Good morning. Good morning. Good morning. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഭാഷ മാത്രമാണെന്നും നമുക്കറിയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് ബോട്ടിൽ വെള്ളമാണെന്ന് പറയാൻ നമുക്ക് ഇംഗ്ലീഷിൽ അറിയുന്നുണ്ടെങ്കിൽ കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആക്സെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമല്ല. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ആള് ഒരു കടയിൽ സാധനം മേടിക്കാൻ പോയിട്ടാണ്. അപ്പോൾ ഒരു സാധനം മേടിക്കാൻ പോയി അദ്ദേഹം ഒരു വൈറ്റമിൻ ഗുളികയാണ് അവിടെ നോക്കുന്നത്, ഈ ഒരു പ്രത്യേക തരത്തിലുള്ള വൈറ്റമിൻ നോക്കി ചെന്നു. അപ്പോൾ അവിടെ സീനിയർ ആയിട്ടുള്ളൊരു സെയിൽസ് സ്റ്റാഫ് നിൽക്കുന്നുണ്ട്, ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു സ്റ്റാഫ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സീനിയർ ആയിട്ടുള്ള സ്റ്റാഫിനോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, കാരണം പുറത്തെ രാജ്യത്താണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് രാജ്യക്കാരാണ്. അപ്പോൾ ഒരു കസ്റ്റമർ ചെന്ന് ചോദിച്ചപ്പോൾ സീനിയർ ആയിട്ടുള്ള ആൾ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് ചറപറാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് ഒരു അരമണിക്കൂർ നേരം ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ കസ്റ്റമർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കസ്റ്റമർക്ക് പക്ഷേ ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് കേട്ടുവെങ്കിൽ പോലും കസ്റ്റമർക്ക് ഒന്നും മനസ്സിലായില്ല. അതിനുശേഷം കസ്റ്റമർ ഈ സാധനം എടുത്തിട്ട് മേടിക്കാൻ തീരുമാനിച്ചു. ക്യാഷ് കൗണ്ടറിൽ ചെല്ലുന്നു. അവിടെ ട്രെയിനി ആയിട്ടുള്ള സ്റ്റാഫ് നിൽക്കുന്നുണ്ട്. ആ സ്റ്റാഫിനോട് ഇത് കാണിച്ചു കൊടുത്തിട്ട് ഈ സാധനം എന്തിനുള്ളതാണെന്ന് ചോദിക്കും. അപ്പോൾ അവർ ചോദിച്ചു ഇതൊരു ഒമേഗ 3 ഗുളികയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ചോദിച്ചു ഒമേഗ 3 കഴിക്കേണ്ടത് ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആളാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനാണോ പ്രശ്നം? അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഹാർട്ടിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ ബ്രെയിന് എനിക്ക് മെൻ്റലി ഭയങ്കര പ്രഷർ ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒമേഗ 3 കഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവർ 2-3 തരം ഒമേഗ 3 കാണിച്ചിട്ട് എന്നെ ആകെ കൺഫ്യൂസ്ഡ് ആക്കി. ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള ടേമും കാര്യങ്ങളൊക്കെ ഒരുപാട് നേരം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു, പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഈ ട്രെയിനിങ് സ്റ്റാഫ് പറഞ്ഞു നിങ്ങളുടെ ഹാർട്ടിനാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ഈ ഒമേഗ 3 കഴിച്ചോ, നമ്പർ 1. അല്ല നിങ്ങളുടെ ബ്രെയിനാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ നമ്പർ 2 ഒമേഗ 3 കഴിച്ചോ, ഇതിനകത്തുള്ള കണ്ടന്റ് നിങ്ങളുടെ ബ്രെയിനിനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അവനൊരു മുറി ഇംഗ്ലീഷിലാണ് ഇത് പറഞ്ഞു കൊടുത്തിട്ടോ. കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞു ഓക്കെ നമ്പർ 2 ഒമേഗ ഞാൻ മേടിക്കാം. കാരണം ഫസ്റ്റ് സീനിയർ ആള് ഭയങ്കര ഫ്ലുവൻ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴും ഒമേഗ 1 ആണോ മേടിക്കേണ്ടത് 2 ആണോ മേടിക്കേണ്ടത് എന്നുള്ളത് കസ്റ്റമർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ ഭയങ്കര ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുക എന്നുള്ളതല്ല കമ്മ്യൂണിക്കേഷൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം നമ്മൾ പറയാൻ ഉദ്ദേശിച്ച അർത്ഥത്തിൽ തന്നെ കേൾക്കുന്ന ആൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്നതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് UK കാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കണം, US കാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കണം എന്നൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ സത്യത്തിൽ നമുക്ക് UK നേറ്റീവ് സ്പീക്കർ സംസാരിക്കുന്ന പോലെ നമുക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ മലയാളം ഒരു വിദേശി മലയാളം പഠിക്കുകയാണെന്ന് വിചാരിക്കാം. അയാൾ ഏത് മലയാളം പഠിക്കും? അയാളെ ഒരു തിരുവനന്തപുരത്തുള്ള ആൾ മലയാളം പഠിപ്പിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ശൈലി വരികയും ആ ശൈലിയിൽ അയാൾ മലയാളം പഠിച്ചിട്ട് അയാൾ കാസർഗോഡാണ് ചെന്ന് ഫ്ലൈറ്റ് ചെല്ലുന്നത്, കാസർഗോഡ് ചെന്നിട്ട് തിരുവനന്തപുരം ഭാഷയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല.
പലവർക്ക് ഞാൻ മലയാളത്തിലാണല്ലോ സംസാരിക്കുന്നത്, പക്ഷേ എനിക്ക് കാര്യമായിട്ടൊന്നും അവിടുത്തെ ആളുകൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഞാൻ മലയാളം പഠിച്ചതാണല്ലോ. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഭാഷയുടെ കാര്യത്തിൽ എല്ലാ രാജ്യങ്ങളിലും പോയാലും ഉണ്ട്. ഇപ്പോൾ UK ഒരു മേഖലയിൽ ആളുകൾ സംസാരിക്കുന്ന പോലെയല്ല UK എന്ന രാജ്യത്തിന് തന്നെ മറ്റൊരു മേഖലയിൽ ആളുകൾ സംസാരിക്കുന്നത്. ലോക്കൽ ലാംഗ്വേജ്, ഒരു ആക്സെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ശൈലിയിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളും എപ്പോഴും വരുന്നുണ്ടാവട്ടെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ശൈലിയിൽ പഠിച്ചെടുത്തോളൂ, കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാളുടെ ആക്സെൻറ്റ് ഇഷ്ടപ്പെട്ടു, ഇപ്പോൾ ശശി തരൂർ അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആക്സെൻറ്റ് ഇയാളെ പോലെ എനിക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ വീഡിയോകൾ അല്ലെങ്കിൽ പുള്ളിക്കാരൻ സംസാരിക്കുന്ന രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളുടെ വീഡിയോകൾ ഒരുപാട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് ആ ഒരു മനസ്സ് ആ ഒരു വേവ് ലെങ്ത്തിലേക്ക് സെറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ആ ഒരു വേവ് ലെങ്ത്തിൽ സംസാരിക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ സംസാരിച്ച് വരുമ്പോൾ ആ ഒരു ശൈലിയിലേക്ക് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണ് മുഖ്യം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യം. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു ഭാഷ മാത്രമാണെന്ന് മനസ്സിലാക്കണം മുഖ്യം. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ മാർഗ്ഗം ഇല്ലെങ്കിൽ നിങ്ങൾ എത്രയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡോക്ടറേറ്റ് ഉണ്ടാവും, നിങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതും BTech കഴിഞ്ഞോ MTech കഴിഞ്ഞോ, പക്ഷേ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് അയാൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ലൊരു ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഇത്രയും വീഡിയോകളൊക്കെ ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊതുവേ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ലാത്തതുകൊണ്ടും നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് പരിചയമില്ലാത്തതുകൊണ്ടും നമ്മൾ പുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അക്കാഡമിക്കലി നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ പോലും ഒരു ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷിൽ ഇതൊന്നും സംസാരിക്കാൻ അറിയില്ല എന്നുള്ളൊരു അപകർഷതാബോധം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ വരികയും എന്താ പറയുക ഇൻ്റർവ്യൂവിന് മറ്റുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ നന്നായി പെർഫോം ചെയ്തിട്ട് അവർക്ക് കൂടുതൽ ജോലിയും കൂടുതൽ ശമ്പളം കിട്ടാനും എന്നാൽ പണിയെടുക്കാൻ അറിയാവുന്ന വൃത്തിയായിട്ട് പണി ചെയ്യാൻ അറിയാവുന്ന എഡ്യൂക്കേഷൻ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള നമ്മൾക്ക് ജോലി കിട്ടാതെ വരികയും കിട്ടിയാൽ തന്നെ ശമ്പളം കുറവ് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തരാനും ജോലികൾ കിട്ടാനും പ്രൊമോഷൻ കിട്ടാനും ജീവിതത്തിൽ കുറച്ച് വെച്ചടി കയറ്റങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഉപാധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ ഒരു സെൻറ്റൻസേ അറിയുള്ളൂ. നിങ്ങൾക്ക് ഹൗ ആർ യു എന്ന് ചോദിക്കാനേ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ ഹൗ ആർ യു എന്നുള്ള കാര്യം നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസോടുകൂടി ചോദിക്കുക. മനസ്സിലായില്ലേ? ബാക്കിയുള്ളത് വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലാതെ എന്ന് തൊട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്ന ഒരു ചോദ്യം പലരും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നാണ് ഫസ്റ്റ് വാചകം നിങ്ങൾ പഠിക്കുന്നത് അന്നോട്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുകയാണ്. അങ്ങനെയാണല്ലോ ഒരു ഭാഷ പഠിക്കുന്നത്. നമ്മൾ എല്ലാ ഡയലോഗുകളും പഠിച്ചതിന് ശേഷം നമ്മളൊരു ഭാഷ സംസാരിച്ച് തുടങ്ങാമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കത് സംസാരിച്ച് വരാനായിട്ട് ഒരുപാട് കാലം എടുക്കും. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യുബിൾ ആയിട്ട് കിട്ടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ മുന്നിൽ ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്തെങ്കിലും ഉപകാരപ്രദമായിട്ട് കിട്ടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇവിടെയുള്ള മറ്റു വീഡിയോകൾ കണ്ടു നോക്കാം. ടേക്ക് കെയർ. ബൈ ബൈ.